ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വ്ളോഗൊന്നുമല്ല കേട്ടോ, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ പറയണമെന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒച്ചയൂണാണ്. അപ്പം ഞാൻ വരുന്നതിന് മുന്നേ UAE ചെയ്തതാണ്. അപ്പം ഞാൻ അത് എഡിറ്റൊന്നും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടേനും. അപ്പം ഇന്നലെ ഞാനൊരു വ്ളോഗ് ഇട്ട സമയത്ത് അതിൽ വെച്ച ചീരയും പരിപ്പിൻ്റെ കറിയാണ്. എന്തായാലും ആ ഒരു വീഡിയോ കാണിക്കണം തോന്നി. കാരണം പച്ചക്കറിയൊന്നും കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഈ ഒരു കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓൽക്ക് നല്ലതാണ്. ചീരയിൽ ഇരുമ്പിൻ്റെ അളവ് കൂടുതലാണ്. പിന്നെ രക്തക്കുറവ് തടയാനെല്ലാം സഹായിക്കുകയും ചെയ്യും. പിന്നെ ദഹനത്തിനെല്ലാം നല്ലതാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതുണ്ടാക്കി കഴിക്കുന്നത്, അതും വേവിച്ചിട്ട് കഴിക്കൽ നല്ലതാണ്. സൂപ്പ് ഉണ്ടാക്കിയിട്ടെല്ലാം കഴിക്കുമെന്ന് പറയുന്നേക്കാം. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ചീരേനെ കൊണ്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു തഞ്ചാവൂർ പൊന്നി ബോൾഡ് റൈസ്, ഈ ഒരു ചാക്ക് അരിയാണ് ഞാൻ വാങ്ങല്. ഇതിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ UAE ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 10-15 മിനിറ്റ് മതി. പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തുള്ളവർ ഈ അരിയാണ് ഉപയോഗിക്കല്. ഇത് ഞാൻ നെസ്റ്റോന്നാണ് വാങ്ങിക്കല്. പിന്നെ പുതിയ അരി നമ്മൾ പരീക്ഷിക്കുമ്പം ആദ്യം വേവ് കൂടുതലുണ്ടാവും, വേവ് കുറവുണ്ടാവും. പക്ഷേ ഈ അരി തന്നെ ഞാൻ കംഫർട്ട് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് വാങ്ങിക്കല്. ഞാനുണ്ടല്ലോ നാട്ടിൽ വരുന്നതിന് 2 ദിവസം മുന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ള സാധനം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ചേ അരിയുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ 3 കപ്പ് ഉണ്ടേനും. ഇനി ബാക്കി വെച്ചാൽ നടക്കൂല, അത് വേറെ ആരും ഉണ്ടാക്കൊന്നും ചെയ്യൂല. അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ആ ഈ ഒരു ചെമ്പിലാണ് സ്ഥിരമായിട്ട് വെക്കല്. നാട്ടിലാണെങ്കിൽ മണ്ണിൻ്റെ വലിയൊരു കുടുക്കുണ്ട്, അതിലാണ് ചോറെല്ലാം വെക്കല് കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ ചെമ്പ് തന്നെയാണ് വെക്കല്. കുറേ ആൾക്കാരിലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് കഞ്ഞിക്കലത്തിൽ വാർക്കുക ചെയ്യുക. എന്നിട്ട് ആ ഒരു കഞ്ഞിയും വെള്ളം കുറച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉപ്പിട്ടിട്ടല്ലേ ഉണ്ടാവുക. നമ്മളിവിടെ ചോറിൽ ഉപ്പിടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു കഞ്ഞിയും വെള്ളം. അത് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളെന്നാ ചെയ്യുന്നത് അതുപോലെയല്ല ഓരും ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോളിഫ്ലവർ ഉണ്ട്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടേനും. 1 ഏടി എത്തൂല, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പം കോളിഫ്ലവർ ഞാനിങ്ങനെ ചെറുതായിട്ടല്ല, കുറച്ച് വലിയ പീസായിട്ട് തന്നെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലുള്ള കീടങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞാൽ പൊന്തി വരും. പിന്നെ അത് നല്ല ക്ലീനായി കിട്ടും കേട്ടോ. കുറച്ച് ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. തിളപ്പിച്ച് വെക്കുകയും ചെയ്യേണ്ട. തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് വെന്ത് പോകും, നമുക്കിത് ഉണ്ടാക്കിയൊന്നും കിട്ടൂല. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പരിപ്പിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീര എടുത്തിട്ടുണ്ട്. ഇതുപോലെ തുവരപ്പരിപ്പാണ് നമ്മൾ ഈ കറികളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ മസൂർ ദാൽ ഉണ്ട് കേട്ടോ, അത് വേഗം വെന്ത് കിട്ടും. പക്ഷേ എനിക്ക് ഈ ഒരു പരിപ്പാണ് ടേസ്റ്റ് ചോയ ഇഷ്ടപ്പെടൽ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക്, ഒരു ഉള്ളി, ഇത്രയേ വേണ്ടുള്ളൂ. തുവരപ്പരിപ്പിന് തൂർദാലൊന്നും പറയട്ടാ, ചിലപ്പോൾ ഷോപ്പിൽ തൂർദാലൊന്നും പറഞ്ഞിട്ടാ കിട്ടുക. ഈ പരിപ്പ് ചെറിയൊരു കുക്കറിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് കൂടുതൽ വേണം, എന്നാലും ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ തേങ്ങയൊന്നും മരക്കാണ്ട് ഉണ്ടാക്കുന്നതല്ലേ. പ്രത്യേകിച്ച് പരിപ്പും ചീരയും ബാലൻസ് ചെയ്തിട്ട് തന്നെ വേണം. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, അത് നിങ്ങൾ ഇഷ്ടമാണ്. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചീര ഇടാണ്ടും ഈ കറി ഉണ്ടാക്കാം കേട്ടോ. ചീര അത് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പരിപ്പിൻ്റെ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊന്നുമില്ല, വെറും ഇറച്ചി മീനൊന്നുമില്ല, അന്നേരം ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. തക്കാളിയും ഒരു 2 കായ് പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ മക്കൾക്കാണെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കണമെന്നേ ഇല്ല, ഒരിക്കൽ നന്നായിട്ട് ഈ ഒരു കറി ഇഷ്ടപ്പെടുകയും ചെയ്യട്ടാ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു മസൂർ ദാൽ വേവാൻ കുറച്ച് ടൈമാവും, ഒരു 4 വിസിൽ വേണ്ട വരും. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും വേണ്ടയില്ല. ഇനി അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസുമേൽ വെച്ച് കൊടുക്കണം. ഇനി അതവിടെ വെച്ചതിന് ശേഷം നമുക്ക് ചീര കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല കളറുള്ള ഫുൾ ചോപ്പുള്ള ചീരയാണെങ്കിൽ ആ കറിയും ഫുള്ളായിട്ട് ഒരു റെഡ് കളർ ഉണ്ടാവും. പിന്നെ ഇത് കുറേ ഗ്രീനും റെഡും മിക്സ് ആയിട്ടുള്ളതാണ്. നമ്മളെ നാട്ടിൽ വെറും ഒരു തോരനുണ്ട്, നമ്മൾ വറവ് എന്ന് പറയും, അത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇങ്ങനെ കറികളൊന്നും വെക്കലില്ല. ഞാനിതിൽ മുന്നേ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഡിഷല്ല, ഇത് തൃശ്ശൂർ ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഓരോ കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഓരോതാണ്. അപ്പോൾ ഞാനത് ഇതിൽ മുന്നേ ഷോർട്സ് ആയിട്ടെല്ലാം ചെയ്തിട്ടുണ്ടേനും. അപ്പം എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കെല്ലാം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കലുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ അവർക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തതേനും. അപ്പോൾ ഈ ഒരു കറിയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് കൊണ്ട് ചോറ് ഇവിടെ റെഡിയായി. പിന്നെ കൂടുതലായതുകൊണ്ടാണ് ഫുൾ നിറച്ചുണ്ടേനും ചോറ് വാർത്തിട്ടുണ്ട്. ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാം. ഞാൻ ചെറിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളിയും ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ചെറിയ
ഉള്ളി, നമ്മൾ ഷാലറ്റ് എന്ന് പറയും, ആ ഒരു ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം അതും എടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. പറയലും കഴിഞ്ഞ് അരക്കലും കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി, വല്ലാണ്ടൊന്നും അരിഞ്ഞു പോകണമെന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു പരിപ്പിൻ്റെ കറി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വല്ലാണ്ട് വെന്ത് പോവാണ്ട് ഒരു പരിപ്പ് കടിക്ക് നേരത്ത് കിട്ടണം. ഇന്നലത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അത് പെർഫെക്റ്റ് വേവാണ് കേട്ടോ. അങ്ങനെ കിട്ടണം നമുക്ക് പരിപ്പ്, അതുപോലെ വെന്തടിയാണ്ട് കിട്ടണം. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റത്തെ പരിപാടിയിൽ കിടക്കാം. ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ്, സവനപ്പല്ല വെളിച്ചെണ്ണയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ് വെളിച്ചെണ്ണ. അപ്പം ഞാനത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതായത് ഉണക്ക് കായ്മുളക് പൊടിച്ചത്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഘടകം. നമ്മൾ മുളക് പൊടിയൊന്നും ഇടുന്നില്ല, ഈ ഒരു റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. അത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീര ഇട്ട് കൊടുത്ത് ഉടനെ ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ പോലെ ഒന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് പറയുമാണ് കുറച്ചും കൂടി ലേറ്റ് ആകുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ആ പരിപ്പിൻ്റെ കറിയിലെല്ലാം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തോരനെല്ലാം ഉണ്ടാക്കുമ്പം ഒന്ന് മൂടി വെക്കുന്നില്ലേ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ. അപ്പോൾ പറയുമ്പോഴത്തേക്ക് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നീ ഒന്നും കൂടി വാട്ടി കൊടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കിയ പരിപ്പിൻ്റെ കറിയിൽ ഞാൻ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം നല്ല ടേസ്റ്റ് ആയിട്ടേനും ഉള്ളത്. അപ്പം എന്നിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ മക്കൾക്കാണെങ്കിൽ അങ്ങനെ വേണമെന്നേ ഇല്ല കേട്ടോ. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് കിട്ടണം. ഈ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെതും പരിപ്പും എല്ലാം കൂടി നമുക്കൊരു നല്ലൊരു മണം വരും. സത്യം പറയാലോ നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നില്ല. ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ വെച്ച കോളിഫ്ലവറില്ലേ, അത് ഞാൻ കൈകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് നന്നായിട്ട് ക്ലീൻ ആയിക്കുണ്ടാവും, കീടങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഈ ഒരു പരിപ്പിൻ്റെ കറി വെന്തിട്ടുണ്ട്, സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളിൽ എല്ലാവരെയും എത്തോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഹൈലൈറ്റ് ആയിട്ടെല്ലാം വേറെ വീഡിയോ വ്ളോഗെല്ലാം വന്നപ്പോഴാണ് ഇതവിടെ വെച്ചത്. പിന്നെ ഇടാന്ന് വെച്ച് ഡിലേ ആയിപ്പോയതാണ്. പിന്നെ എന്തായാലും ഒന്ന് ഇട്ടാളിയാന്ന് വിചാരിച്ചു. നമ്മളെ കോളിഫ്ലവറില്ലേ, അത് ഞാൻ കൈകി വൃത്തിയാക്കിയിട്ട് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാണ്ട് വെക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു മുട്ടയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ്. ഞാൻ 1 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടെല്ലാം കിട്ടേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കറുമുറാന്നുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ചിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് ഇട്ടാൽ മതി, എല്ലാം കൂടി 1 ടേബിൾ സ്പൂൺ ആണ്. പിന്നെ കുറച്ച് വെള്ളവും പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചിക്കനെല്ലാം പൊരിക്കുന്നില്ലേ, അതുപോലെയാണ് ഞാനിത് പൊരിക്കുന്നത്. നമ്മളെ ചോറിന് ചിക്കൻ പൊച്ചതിനെക്കാട്ടും സൂപ്പർ ആയിരിക്കും കേട്ടാ. പിന്നെ ചിക്കൻ ഇഷ്ടമുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, വെജീസ് എല്ലാം ഇങ്ങനെ കഴിക്കുന്നവരോടാണ് പറയുന്നത്. ഈ നന്നായിട്ട് ചൂടായ നെയ്യിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കണം നെയ്യ്, എന്നിട്ട് ചൂടാലിട്ട് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. ഫുൾ തീയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ഈ കോട്ടിംഗ് ഒന്നും ഇളകാണ്ട് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ കിട്ടുള്ളൂ. ഈ തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്ന കോളിഫ്ലവറില്ലേ, അതുപോലെ കിട്ടും കേട്ടോ. ഞാൻ ആദ്യം വെച്ചപ്പം എനിക്ക് വേറെ ഇട്ടിട്ടേനും കിട്ടിയിട്ടുള്ളത്, അത് ഞാൻ ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ടേനും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും അത് വിട്ടൊന്നും പോയിട്ടില്ല, നല്ല കറുമുറാന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടും ഒരു കറിവേപ്പിലയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട, അതൊരു നല്ലൊരു മണം കിട്ടും വെളുത്തുള്ളിനെല്ലാം. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന സമയത്തും അങ്ങനെ കിട്ടലുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് ഇതെങ്ങനെ ഇങ്ങനെ കിട്ടുന്നതെന്ന്. നല്ലൊരു കറക്റ്റ് ഫ്ലേവറിൽ കിട്ടും. വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഫുഡ് കളറും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഞാനത് ഇതുവരെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് ഉപയോഗിക്കും കേട്ടോ. ഞാനത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം നല്ല മൊരുമുരാന്നുള്ള ഈ ഒരു കോളിഫ്ലവർ ഞാൻ കോരി മാറ്റുന്നുണ്ട് കേട്ടോ. കാണാനും അടിപൊളിയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. ചോറിന് ഇതുപോലെ ചെയ്ത് നോക്ക്. വെണ്ടക്ക വറുത്തരച്ച കറിയില്ലേ, അതിൻ്റെ ഒപ്പരം ഞാനിത് ഉപയോഗിക്കലുണ്ട്. കറി റെസിപ്പീസ് എന്നും പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ സാമ്പാറും ഇങ്ങനത്തെ കുറേ കറികളുണ്ട്. അങ്ങനെയൊന്നും ആൾക്കാർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നത്. വേണ്ടോലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടോക്ക്. മീൻകറിയും എല്ലാം ഉണ്ട് കേട്ടോ അതിൽ. ഇനി നമ്മുടെ ചോറില്ലേ, പൊന്നിയരി ചോറും കറിയും പിന്നെ കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ പപ്പടം ഉണ്ട്.
ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഊണാണ്, പക്ഷേങ്കിൽ ഹമ്പിളാന്ന് പറയാം, അത്രക്കും ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി വെക്കട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. നിങ്ങൾ മെയിനായിട്ട് പറയണം, നിങ്ങൾക്ക് വ്ളോഗാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ ഷോപ്പിംഗ് ആണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ ലഞ്ചാണ് മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം കേട്ടോ. തേങ്ങ അരച്ച കറീനേക്കാളും തേങ്ങ അരക്കാത്ത ഇതുപോലത്തെ കറിയെല്ലാം അവർക്ക് ഇഷ്ടം. പിന്നെ പപ്പടവും മുളക് പൊടിച്ചെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടയില്ല. അതെല്ലാം അവരെ ആർഭാട ഊണാണ്. പിന്നെ ബിരിയാണി ലവേഴ്സ് തന്നെയാണ്, പക്ഷെങ്കിൽ അത് എപ്പോഴെങ്കിലല്ലേ നമ്മൾ ബിരിയാണി കഴിക്കൂ, എല്ലൊന്നും കഴിക്കൂലല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഒരു പുതിയ വീഡിയോ ആയിട്ടും പുതിയ റെസിപ്പി ആയിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ, അസ്സലാം.